കണ്ണ് കണ്ടാൽ അറിയാം ഒരുപാട് വിഷമങ്ങൾ ഉള്ളിലുണ്ട്, ഒരുപാട് നീറിയാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ ശരീരത്തിൽ അത്രമാത്രം വേദനയുണ്ട്. എൻ്റെ ബ്രസ്റ്റിൻ്റെ ഭാഗം വരെ അവൻ കടിച്ചു പറിച്ച്. എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ പുറത്തോട്ട് ഒരു അനാവശ്യത്തിനോ ഇല്ലെങ്കിൽ ഒരു സെക്സ് വർക്കിന് ഞാൻ പോകാത്ത ഒരാളാണ്. കാര്യം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ പോയി നിന്നാൽ പോരെ. ബാക്കിലേക്ക് 2 കൈ ഇങ്ങനെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു സിനിമയുടെ ഭാഗത്തിന് വേണ്ടിയിട്ടാണ് നേക്കഡായിട്ട് കിടത്തിയിട്ട് ഷോട്ട് എടുത്തിട്ട് ഇവർക്ക് ഇവരുടെ ഗ്യാങ്ങിലേക്ക് കൊടുക്കണം. ഇതെന്തെങ്കിലും വാഗ്ദാനം തന്നിട്ടാണോ? തീർച്ചയായിട്ടും. എന്ത് മാരേജ് ചെയ്തോളാം, കൂടെ കൂട്ടിക്കോളാം, നീ ഒരിക്കലും അനാഥയാവില്ല, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വീട്. നിരഞ്ജനെ അങ്ങനെ ഒരു റോളുണ്ട്, അപ്പം നേക്കഡായിട്ട് വേണം, അതിനെനിക്ക് സർജറി ചെയ്ത ഭാഗം കാണാൻ പറ്റുമോ? അപ്പോൾ അലൻ ജോസിന് വിനീതിൻ്റെ വീഡിയോ കോളിൽ, വാട്സപ്പ് വീഡിയോ കോളിൽ കൂടെ അലൻ ജോസ് സംസാരിച്ചു. എന്നിട്ട് അവൻ്റെ ഡ്രസ്സ് ഊരിയിട്ട് അവൻ പല രീതിയിലും കാണിക്കും. ഇതാണ് വിനീത്, നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ഒരാൾക്ക് വീട്ടിൽ കയറാൻ വരെയുള്ള ഫ്രീഡം കൊടുക്കുമ്പോൾ ആദ്യമേ ഒന്ന് ചിന്തിക്കാറുന്നില്ലേ? നമസ്കാരം, ഞാൻ ആമിന സലീം. ഇന്ന് സത്യങ്ങൾ നിലപാടുകളോടുകൂടി തുറന്നു പറയാനും സത്യത്തിന്റെ മുഖം മുന്നോട്ട് കൊണ്ടുവന്ന കെൽപ്പുള്ള ഒരാൾ, നിരഞ്ജന. നമസ്കാരം. നമസ്കാരം. ഈ കണ്ണീരിന്റെ പിന്നിൽ എന്തോ ഉണ്ടല്ലോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്തിനാ കരയുന്നേ? കരയുന്ന വിനീത് അത്രമാത്രം നല്ലൊരു സ്വഭാവമായിട്ടാണ് ഞാൻ ആദ്യമൊക്കെ കണ്ടത്. പക്ഷെ നമ്മളിപ്പോൾ ഒരാളോട് ഇടപെടുമ്പോഴത്തേക്ക് അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ടാണല്ലോ നമ്മൾ ഇടപെടുന്നത്. അപ്പോൾ ആദ്യത്തെ ക്യാരക്ടറൊക്കെ മനസ്സിലാക്കിയപ്പോൾ നമുക്കൊരു ഒരു കൂടപ്പിറപ്പ് ഞാൻ അങ്ങനെ കണ്ടത്. ഒരിക്കലും ഒരു ഭർത്താവായിട്ടുള്ള ഒരു സ്ഥാനം ഞാൻ അയാൾക്ക് കൊടുത്തിട്ടില്ല. പക്ഷേ ആള് എനിക്ക് പല വാഗ്ദാനങ്ങളും തന്നിട്ടുണ്ടായിരുന്നു. പറയാൻ കാണുമെന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലിമിനെ സംബന്ധിച്ച് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തരാമെന്ന് പറഞ്ഞൊരു ഡയറക്ടറിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. വിനീത് എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്. പുള്ളിക്കാരൻ എന്നെ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് അഭിനയിക്കാൻ ചാൻസ് തരാം എന്നും പറഞ്ഞ് ആളെൻ്റെ വീട്ടിൽ വന്ന് കയറി. വീട്ടിൽ വന്ന് കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിന് വീട്ടിൽ വരണം, ഏതെങ്കിലും ഒരു കോഫി ഷോപ്പിൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാം, അതാണല്ലോ മര്യാദ. കാരണം വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഫാമിലി താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവരരുതെന്ന് പണ്ടേ പറഞ്ഞിട്ടുള്ളൊരു കാരണം വെച്ചിട്ടാണ് ഞാനത് സൈൻ ചെയ്ത് അവിടെ താമസിച്ചത്. ട്രാൻസ്ജെൻഡേഴ്സിന് പൊതുവെ ഒരു എറണാകുളത്ത് കുറച്ച് പാടാണ് വീട് കിട്ടാനായിട്ട്. അഥവാ കിട്ടിയാലും കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളവർക്ക് കിട്ടും, എളുപ്പത്തിൽ കിട്ടും. ജോലിയും പ്രൊഫഷണലൊക്കെ ആയിട്ട് നിൽക്കുന്നവർക്ക് പെട്ടെന്ന് കിട്ടും. അല്ലാത്ത താഴെ നിൽക്കുന്നവർക്കൊക്കെ കുറച്ച് പാടാണ്. എന്നിട്ട് ഞാനത് പോയി അവിടെ താമസമായി. ഒരു കുഴപ്പമില്ലായിരുന്നു, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. തൊട്ട് അയലന്തരത്തുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ഒരു കേസ് കേട്ട് ഇവൻ വന്ന് കയറിയ ശേഷം എനിക്ക് അവിടെ നിന്ന് എനിക്ക് പ്രശ്നങ്ങൾ തന്നെയാണ്. എല്ലാവരും എന്നെ കാണുന്നത് വേറെ രീതിയിലായിരുന്നു. ഇവൻ വന്ന് കയറിയ ശേഷം കഥ പറയണമെന്ന് പറഞ്ഞ് ഇവൻ എൻ്റെ വീട്ടിൽ വന്നു. വിനീത് കഥ പറയണമെന്ന് പറഞ്ഞവൻ വീട്ടിൽ വന്ന്. ശരി, വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ടാബ്ലറ്റ്, ഹോർമോൺ ടാബ്ലറ്റ്, വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് തന്നവൻ പിന്നെ എന്തിന് ഈ വേണ്ടായതിൻ്റെ രീതിയൊക്കെ കാണിക്കണം? എൻ്റെ ഡ്രസ്സൊക്കെ ഊരിയിട്ട് കാണണമെന്ന് പറഞ്ഞു. അവന് നേക്കഡായിട്ട് എൻ്റെ ശരീരത്തിൽ കയറി പിടിക്കുകയും പല ഭാഗങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഓപ്പണായിട്ട് പറയുന്നതിൽ യാതൊരു മടിയില്ല. പക്ഷെ അത്രമാത്രം ദുരിതം ഞാൻ ഇവരുടെ ഭാഗത്തുനിന്ന് അനുഭവിച്ച് കഴിഞ്ഞ ഒരാളാണ്. ഇതെന്തെങ്കിലും വാഗ്ദാനം തന്നിട്ടാണോ? തീർച്ചയായിട്ടും വാഗ്ദാനങ്ങൾ നല്ല രീതിയിൽ തന്നു. മാരേജ് ചെയ്തോളാം, കൂടെ കൂട്ടിക്കോളാം, നീ ഒരിക്കലും അനാഥയാവില്ല, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വീടെടുത്ത് തരാം, നിനക്ക് ഞാൻ വീട് എടുത്ത് തന്ന് നമുക്ക് 2 കൂടെ താമസമാകാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിനീതിൻ്റെ അടുത്ത് ചോദിച്ചു, വിനീതേ അങ്ങനെ ശരിയല്ലല്ലോ, കാരണം നമ്മൾ തമ്മിൽ മാരേജ് അല്ല, പിന്നെ എങ്ങനെ താമസിക്കാം? അപ്പോൾ പറഞ്ഞു, ഇല്ല ഞാൻ കൂടെ കൂട്ടിക്കോളാം, ഞാൻ ഉണ്ടല്ലോ, നമുക്ക് 2 കൂടെ ഒരു സ്ഥലത്ത് വീടെടുത്ത്. എന്നിട്ട് ഇവൻ പറഞ്ഞു ഇവൻ്റെ നാട്ടിൽ തന്നെ താമസിക്കാമെന്ന് പറഞ്ഞു. അതായത് മലയാറ്റൂര് വീടൊക്കെ തപ്പാൻ തുടങ്ങി എനിക്ക് വേണ്ടിയിട്ട്, രണ്ടുപേർക്ക് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് മലയാറ്റൂർ വീട്. അപ്പം എനിക്ക് ആ ലൊക്കേഷൻ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. എറണാകുളം ആണെങ്കിൽ ഓക്കെ. അപ്പോൾ അന്നേരം ഒന്നും പ്രശ്നമില്ല. പിന്നീടാണ് ഇവൻ്റെ രീതികൾ മാറി. ഇവൻ്റെ ഡ്രസ്സ് നേക്കഡായിട്ട് കിടന്നിട്ട് 2 കൈയും ബാക്കിൽ കെട്ടിയിട്ടിട്ട്, ഏതെങ്കിലും ഒരു വ്യക്തികളെന്ന് ആലോചിച്ച് നോക്ക്, ബാക്കിലേക്ക് 2 കൈ ഇങ്ങനെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? 2 കൈയും കെട്ടിയിട്ടിട്ട് പറയുക ഒരു ഷോട്ടിന് വേണ്ടിയിട്ടാണ്, ഒരു സിനിമയുടെ ഭാഗത്തിന് വേണ്ടിയിട്ടാണ്. അതാണോ ചെയ്യേണ്ടത്? സിനിമയുടെ ഭാഗം ഇതാണോ? എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെ കിടത്തിയിട്ട്, ഇങ്ങനെ നേക്കഡായിട്ട് കിടത്തിയിട്ട് ഷോട്ട് എടുത്തിട്ട് ഇവർക്ക് ഇവരുടെ ഗ്യാങ്ങിലേക്ക് കൊടുക്കണം.
എന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് വിനീത് പറഞ്ഞു നിൻ്റെ ഭർത്താവായിട്ടുള്ള റോള് ചെയ്യുന്നത് അലൻ ജോസാണ്, അലൻ ജോസിൻ്റെ കൂടെയാണ് നീ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു താല്പര്യമില്ല, ഇല്ല താല്പര്യമില്ല. കാരണം പുറത്തേ നെഗറ്റീവ്സ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റിനെ ആക്ഷേപിക്കുന്ന രീതിയിലാവും. എനിക്ക് അങ്ങനത്തെ റോള് വേണ്ട, അഭിനയിച്ചില്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളു, അങ്ങനെ പോകേണ്ട ആവശ്യം. അതിനുശേഷവും ഇതുപോലെ അത് ഇവർ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഷോട്ട് ചെയ്തിട്ട് അത് ഇവർക്ക് പുറത്തേക്ക് വിട്ട് ഇവർക്കത് ഫേമസ് ആകണം. അത് സമ്മതിക്കാതെ വന്നപ്പോഴാണ് വിനീതിൻ്റെ സ്വഭാവ ക്യാരക്ടർ മാറാൻ തുടങ്ങി. എന്നിട്ട് എൻ്റെ അടുത്ത് വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, നിരഞ്ജനെ ഒരു റോളുണ്ട്, ഞാൻ അതിൻ്റെ എന്താണ് വെറൽ മൂഡ് ഷോർട്ട് ഫിലിമാണ്, നിനക്ക് അതിൻ്റെ ഇത് ഞാൻ അയച്ചു തരാം, സ്ക്രിപ്റ്റ് അയച്ചു തരാം, പഠിച്ചിട്ട് നീ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. ആ സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം വാട്സാപ്പിൽ ഇവൻ അയച്ചു തന്നു. അതിൻ്റെ ഇതെല്ലാം കിടപ്പുണ്ട്. അതിനുശേഷമാണ് ഇവൻ എൻ്റെ വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്ന് കയറിയിട്ട് പിന്നെ ഇവൻ്റെ രീതികളെല്ലാം പല മോശം കെട്ട രീതികളാണ്. പിന്നെ ഇത് പിറ്റേ ദിവസം ഇവൻ 5 ദിവസം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഇവൻ 5 ദിവസം ഓണർ കാണുന്ന ഒറ്റ ദിവസമാണ്. 5 ദിവസം വീട്ടിലുണ്ടെങ്കിലും 4 ദിവസം ഇവൻ ഓണർ അറിയാണ്ട് എൻ്റെ റൂമിൽ കഴിഞ്ഞു. അഞ്ചാമത്തെ ദിവസം ഇവൻ പുറത്ത് ചെരുപ്പെടുത്തിട്ട് 4-ാമത്തെ ദിവസം വരെ ഇവൻ്റെ ചെരുപ്പെല്ലാം ഇവനെ അകത്തെടുത്തിട്ടിരിക്കുമായിരുന്നു. വണ്ടി കൊണ്ടേ ദൂരെ മാറ്റി വെച്ച്. ഇന്നിത് പുറത്ത് പറയാനുള്ള കാരണം എന്താ? ഇന്നിത് പുറത്ത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പല ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്നിട്ട് ഇവർ വേറെ രീതിയിൽ വളച്ചൊടിക്കുന്നുണ്ട്. കാര്യം സത്യാവസ്ഥ എന്താണെന്ന് എനിക്കും അറിയാം, അവിടെ നിൽക്കുന്ന ഓണർക്കും അറിയാം. കാര്യം ഓണർ കണ്ടണ്ട് എന്നെ അവിടെ നിന്ന് ഇറക്കിയതാണ്, ഇവനെ കണ്ടിട്ട്. അല്ലാതെ ഒരു പെൺകുട്ടിനെ എന്തിന് ഒരാളെ ഇറക്കി വിടണം? തെറ്റ് ചെയ്യാതെ ഇല്ലെ സെക്സ് വർക്കിന് പോകാത്തൊരു പെണ്ണാണെങ്കിൽ എന്തിനാ അവർ ഓണർ ഇറക്കി വിടണം? ഓണറിൻ്റെ ആവശ്യമില്ലല്ലോ. കാര്യം തെറ്റ് ചെയ്തത് ഇവൻ കാരണം തന്നെയാണ്. ഈ കണ്ണ് കണ്ടാൽ അറിയാം ഒരുപാട് വിഷമങ്ങൾ ഉള്ളിലുണ്ട്, ഒരുപാട് നീറിയാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ശരിക്കും എന്താ വിഷമം? ശരിക്കും വിഷമം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ അത്രമാത്രം വേദനയുണ്ട്. എൻ്റെ ബ്രസ്റ്റിൻ്റെ ഭാഗം വരെ അവൻ കടിച്ചു പറിച്ച്. ഒരു പെണ്ണിനോട് ചെയ്യാൻ പാടില്ലാത്ത രീതിക്ക് അതുവരെ ചെയ്തു. ഇന്ന് ഈ കണ്ണീരിനൊരു അർത്ഥമുണ്ട്. പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. ഇവൻ്റെ ബ്രസ്റ്റിൻ്റെ ഭാഗം വരെ കടിച്ചിട്ട്. ശരിക്കും നമ്മൾ നേരിട്ട് കാണുന്ന മുഖങ്ങളല്ല ഒന്നും, പുറകിൽ ഒരുപാട് വേറെ മുഖങ്ങളുണ്ട്. അന്ന് ശരിക്കും എന്താ സംഭവിച്ചത്? ഇവൻ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എന്നെ മലത്തി കിടത്തിയിട്ട് എൻ്റെ ബ്രസ്റ്റിൻ്റെ ഭാഗം എല്ലാം ഇവൻ കൊണ്ട് ചപ്പിയൊക്കെ ചെയ്ത് ഞാൻ എന്നിട്ട് എനിക്ക് പറ്റുന്നില്ല. എൻ്റെ കൈ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് എനിക്കിങ്ങനെ ചെയ്ത്. അപ്പം ഞാൻ പറഞ്ഞു, എന്തിനിത് ചെയ്യണം? നീ എന്തിനെന്നെ എൻ്റെ ദേഹത്തേറി ഇങ്ങനെയൊക്കെ ചെയ്യണം? കാര്യം ഞാനങ്ങനെ എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ പുറത്തോട്ട് ഒരു അനാവശ്യത്തിനോ ഇല്ലെങ്കിൽ ഒരു സെക്സ് വർക്കിനോ ഞാൻ പോകാത്ത ഒരാളാണ്. കാര്യം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ പോയി നിന്നാൽ പോരെ. എനിക്ക് അങ്ങനെ, ഞാൻ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. എനിക്ക് എൻ്റെ ആ ജോലി മതി എനിക്ക് ജീവിക്കാൻ. പിന്നെ മേക്കപ്പാണ്. അപ്പം എനിക്ക് ആ വർക്ക് മതി. എനിക്കിങ്ങനെ പോയിട്ട് സെക്സ് വർക്കറായിട്ട് ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ അങ്ങനെ പോകുന്ന ആളുമല്ല. ശരിക്കും ഈ അലൻ ജോസ് പെരേരയ്ക്കും അതുപോലെ ആറാട്ടണ്ണനും എതിരെ കേസ് കൊടുത്ത ഒരാൾ നിരഞ്ജന എന്ന് മാത്രമേ അറിയൂ. ശരിക്കും ആരാണ് ഈ നിരഞ്ജന? നിരഞ്ജന എന്ന് പറഞ്ഞൊരു വ്യക്തി ആലപ്പുഴയിലാണ് സ്വദേശം. ഞാൻ ആലപ്പുഴയിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ സ്വന്തം പേര് റോയി എന്നായിരുന്നു. ആ പേരിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ നിരഞ്ജനയിലോട്ടാക്കിയത്. ആ പേര് മാറ്റിയിട്ടാണ് നിരഞ്ജനയിലോട്ടാക്കിയത്. പക്ഷേ എൻ്റെ വീട്ടിലൊന്നും പ്രോബ്ലം ഇല്ല. ഇപ്പോൾ എല്ലാ വീട്ടുകാരൊക്കെ ആയിട്ട് വളരെ അടുപ്പമൊക്കെ ഉണ്ട്. ആദ്യമൊന്നും അടുപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വീട്ടുകാരോട്ട് അടുത്തു സംസാരിക്കുകയൊക്കെ ചെയ്ത് പോകാറൊന്നുമില്ല. അതാരെയും ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല. എൻ്റെ വീട്ടുകാരെ ആണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല. അവരെങ്ങനെയും ജീവിച്ചോട്ടെന്ന് വിചാരിച്ച. കാര്യം എനിക്ക് എൻ്റെ സഹോദരനുണ്ട്, ഒരു ചേച്ചിയുണ്ട്, ഒരു ചേട്ടനുമുണ്ട്, പിന്നെ അമ്മയാണ് ഉള്ളത്. അവരെയും ബുദ്ധിമുട്ടിക്കാനോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനൊന്നും താല്പര്യമില്ല. ഈ അലിൻ ജോസ് പെരേരയും ആറാട്ടണ്ണനും അല്ലെങ്കിൽ നിരഞ്ജനയും തമ്മിലുള്ള ബന്ധം എന്താ? അലൻ ജോസ് പെരേര ആറാട്ടണ്ണന് പലവരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടതുണ്ട്. എനിക്ക് ഞാൻ കൊടുക്കാറുമുണ്ട്. ഈ അലൻ ജോസ് പെരേരയുടെ കൂടെ അഭിനയിക്കാം, ചാൻസ് തരാം. നിരഞ്ജനയ്ക്ക് അലൻ ജോസിൻ്റെ ഭാര്യയായിട്ടൊരു റോളുണ്ട്. വിനീത് പലവട്ടം വാഗ്ദാനം ചെയ്തപ്പോഴും ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അലൻ ജോസിനെ വിനീതിൻ്റെ വീഡിയോ കോളിൽ, വാട്സപ്പ് വീഡിയോ കോളിൽ കൂടെ അലൻ ജോസ് സംസാരിച്ചു. എന്നിട്ട് അവൻ്റെ ഡ്രസ്സ് ഊരിയിട്ട്
അവൻ പല രീതിയിലും കാണിക്കുക. എന്നെ നേക്കഡാക്കാൻ വേണ്ടി കാര്യം വിനീത് അത്രയുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. വിനീത് എന്നെക്കുറിച്ച് പിന്നെ പെരേരയോട് പറഞ്ഞിട്ടുമുണ്ട്, കാണണമെന്ന് പെരേര പറയുകയും ചെയ്തിട്ടുണ്ട് പലവട്ടം. അതായത് അലിൻ ജോസിനെ പരിചയപ്പെടുന്ന അന്ന് വരയ്ക്കും വിനീത് നല്ലൊരു ഫ്രണ്ടായിരുന്നു. ഇപ്പം അതിനുശേഷവും ഫ്രണ്ട്ഷിപ്പായിരുന്നു. ഈ കൈയൊക്കെ വെച്ചിട്ട് പരിപാടി നടത്തിയപ്പോൾ എനിക്ക് അവനോടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വാല്യൂ നഷ്ടപ്പെട്ട്. ഞാൻ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്, നല്ല ഫ്രണ്ടാണെങ്കിൽ വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. പക്ഷേ അവൻ്റെ ആ സംസാരവും ഈ ക്യാരക്ടറും കണ്ടപ്പോൾ എനിക്ക് അവനോട് അറപ്പ് തന്നെ തോന്നിയത്, വേറെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഈ അലിൻ ജോസ് പെരേര നിരഞ്ജനയ്ക്കെതിരെ എന്താ ചെയ്തേ? അലൻ ജോസ് പെരേര എനിക്ക് എന്താ ചെയ്തത് പറഞ്ഞാൽ, അലൻ ജോസിന് ചെയ്യാൻ വേണം എന്ന് വിനീതിനോട് പറഞ്ഞു. വിനീത് എൻ്റെ അടുത്ത് അലൻ ജോസിന് പറയാൻ മടിയായതുകൊണ്ട് വിനീതിൻ്റെ അടുത്ത് പറഞ്ഞു. വിനീത് എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു ആഗ്രഹം ഉന്നയിക്കുന്നുണ്ട്, നിനക്ക് താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞില്ല. അതുപോലെ തന്നെ ആറാട്ടണ്ണൻ വിനീതിനോട് പറഞ്ഞെന്ന് പറഞ്ഞു, എനിക്ക് പിന്നെ നിരഞ്ജനയുടെ കൂടെ ഒരു അഭിനയിക്കണമെങ്കിൽ ഒരു ഇങ്ങനെ കിടന്നിട്ടുള്ള റോള് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിയിരി. അതാണ് ആറാട്ടണ്ണൻ്റെ ചോദ്യം. പിന്നെ ആറാട്ടണ്ണൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നു, ഒരു ഗ്യാങ് എന്നെ വിളിച്ച് ഈ പരാതിയൊക്കെ കൊടുക്കുന്നതിന് മുന്നെയാണ് ഇന്റർവ്യൂസ്. ആഗ്രഹം ഉന്നയിച്ചത് മാത്രമായിരുന്നോ അതോ നേരിട്ട് വന്നിട്ട്? ആറാട്ടണ്ണനോ? ഇല്ല, ആറാട്ടണ്ണൻ എൻ്റെ ഫോണിൽ വിളിച്ചിട്ടില്ല. ആറാട്ടണ്ണന് വേണം, നേരിട്ട് കണ്ടു, പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നേരിട്ട് കണ്ടിരുന്നു ആറാട്ടണ്ണനെ ലുലുവിൻ്റെ അവിടെ വെച്ച്, അതായത് ഹെഡപ്പള്ളിയുടെ അവിടെ വെച്ച് കണ്ടിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഉന്നയിച്ചത്, നിരഞ്ജനെ ഇങ്ങനെ ഒരു റോളുണ്ട്, അപ്പം നേക്കഡായിട്ട് വേണം, അതിന് എനിക്ക് സർജറി ചെയ്ത ഭാഗം കാണാൻ പറ്റുമോ എന്ന് ആറാട്ടണ്ണൻ ചോദിച്ചു. എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറ്റില്ല, അതിൻ്റെ ആവശ്യം എനിക്കില്ല, അങ്ങനത്തെ റോളല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. പിന്നെ ബ്രൈറ്റിൻ്റെ വീട്ടിൽ പോയി കിടക്കാൻ വിനീത് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു. അതേതർത്ഥത്തിൽ? കല്യാണം കഴിക്കാമെന്ന് വന്ന വാഗ്ദാനം തന്ന ആ വ്യക്തി തന്നെ അവന് വീടെടുത്ത് തരാൻ പറ്റിയില്ലെങ്കിൽ അവൻ എന്തിന് എന്നെ വേറെ ആൾക്ക് കൂട്ടിക്കൊടുക്കണത്? ഏതർത്ഥത്തിൽ? ഞാൻ എന്തിനാ ബ്രൈറ്റിൻ്റെ? അപ്പോൾ ഇവൻ പറയുകയും ചെയ്തു, നിനക്ക് വീടില്ലെങ്കിൽ പിന്നെ ബ്രൈറ്റിൻ്റെ വീട് പറവൂരുണ്ട്, അവിടെ അവൻ ഒറ്റയ്ക്കാണ്, താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞില്ല. അവനോട് പറയും, അവിടെ എവിടെയെങ്കിലും വീടുണ്ടോ എന്ന് നോക്കി തരാൻ പറയൂ, അവൻ്റെ കൂടെ താമസിക്കാൻ താല്പര്യമില്ല. അപ്പോഴേ വിനീത് പറഞ്ഞുകൊണ്ട് ഇല്ല, അവൻ്റെ കൂടെ നിൽക്കുക, അവിടെ ട്രാൻസ്ജെൻഡേഴ്സൊക്കെ വന്ന് താമസിക്കുന്നതാണെന്ന് പറഞ്ഞു. പിന്നെ ബ്രൈറ്റ് പറഞ്ഞു, സർജറി ചെയ്ത ഭാഗം കാണിച്ചു തരുമോ ചോദിച്ചു. അതാണ് അവൻ്റെ പേരിലുള്ള കേസ്. ഈ പറഞ്ഞ അഭിലാഷ് എന്ന് പറഞ്ഞ അവൻ്റെ പേരിലെ കേസ് എന്ന് പറഞ്ഞാൽ, ഈ മാനസികമായിട്ട് നമ്മളെ ഹറാസ്മെൻ്റ് ചെയ്യുന്ന രീതിയിൽ കിച്ചട എന്ന മുദ്ര കുത്താൻ അവൻ ആര് റൈറ്റ് കൊടുത്തു? ഏത് വ്യക്തി അവനടുത്ത്? ഈ ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാവരും അങ്ങനെ നടക്കുന്ന ടൈപ്പുകളാണോ? അവർക്ക് ജീവിക്കാൻ വേണ്ടി മാത്രമായിരിക്കാം, അതൊരു തെറ്റല്ല. അവരുടെ സർജറി ചെയ്യാനും അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് പോകുന്നവരാ. അതിനെ ഒരു ട്രാൻസ്ജെൻഡറിനെ കിച്ചടയെന്ന് വിളിക്കാൻ അവൻ ആരും കൊടുത്തിട്ടില്ല. ആ പ്രകാരമാണ് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. നിലവിലുള്ള കേസിന്റെ നടപടികളൊക്കെ ഇതുവരെ? കേസിന്റെ നടപടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിങ്കളാഴ്ച, ഇപ്പം ഇന്നലെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചപ്പോൾ നിരഞ്ജന ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഈ ഇൻ്റർവ്യൂസൊക്കെ തരാനുള്ള കാരണം കൊണ്ട് ഞാൻ അത് മാറ്റി വെച്ചു. അപ്പോൾ ഇനി തിങ്കളാഴ്ച അത് കോടതിയിൽ നിന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് വരുമെന്ന് പറഞ്ഞു. ഒരുപാട് വീഡിയോസിൽ കണ്ട ഒരു കമൻ്റാണ്, ആറാട്ടണ്ണൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ആറാട്ടണ്ണൻ ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വസിക്കില്ല എന്ന് ആ പറയുന്ന ആൾക്കാർക്ക് ആറാട്ടണ്ണനുമായിട്ട് അത്ര നല്ല അടുപ്പമുള്ള പാർട്ടികളാണ്. അറിയില്ല. ആറാട്ടണ്ണൻ അറിയാത്തവർക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ആറാട്ടണ്ണൻ എപ്പോഴും പാവാ. ഈ ആറാട്ടണ്ണൻ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവന്മാരെന്നെ സമീപിക്കുന്നത്? ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് സമീപിച്ചു. ആറാട്ടണ്ണന്റെ ലോകം, ആറാട്ടണ്ണന്റെ ഗ്രൂപ്പ്, ഇത് റെക്കോർഡ് ഉണ്ട്, അതൊന്ന് കാണിക്കാമോ? അപ്പൊ അനൂപ് എന്റെ അടുത്ത് പറഞ്ഞു, അനൂപേ കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? നിരഞ്ജനുണ്ടോ? പറഞ്ഞോ. ഞാനിപ്പോ എന്തായാലും സ്പെക്ടാക്കുന്നില്ല, എന്തായാലും ആ സമയത്ത് മതി. നിങ്ങളിപ്പം അതിനായിട്ടൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ. എന്നടി മോളെ പെങ്ങളെ ഞാൻ ഒരു കാര്യം പറയട്ടെ, പെങ്ങളെ ഞാൻ പറഞ്ഞ ഒറ്റൊരു കാര്യം നീ എല്ലാം അറിയോ, ഈ നായിന്റെ മോൻ ബ്രൈറ്റ് എന്ന് പറഞ്ഞ തന്തയില്ലാത്ത കഴിവേറി ഇവൻ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഒരു കേസിന് ഈ വിനീതേട്ടൻ എന്ന് പറഞ്ഞ നാറി
ഒരു തുണ്ടുപടം ബ്ലഡിനെ ഏറ്റവും പറഞ്ഞെടുത്ത് അനൂപ് സാക്ഷിയാണ്, ഞാൻ എന്തെങ്കിലും കള്ളം പറയുന്നെങ്കിൽ അനൂപിനോട് ചോദിച്ചിരിക്കും. ഈ തുണ്ടോട് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ തുണ്ടോടത്തിനെതിരെ ഞങ്ങൾ ഒരു കമന്റും കാര്യങ്ങളും ഇട്ടപ്പോൾ അവൻ എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞാണ് ഈ ബ്രൈറ്റും ഈ വിനീതും എന്ന് പറയാനും എന്റെ വീട്ടിൽ വന്ന് വെട്ടും, എന്റെ വീട്ടിൽ വന്ന് ഉണ്ടാക്കും എന്ന് പറഞ്ഞു. ഞാൻ എന്റെ വീട്ടിലെ ലൊക്കേഷൻ വെച്ചു കൊടുത്ത് എല്ലാം വെച്ചു കൊടുത്തു. അപ്പന്മാരും വന്നില്ല. അതിനുശേഷം ഇതുപോലെ തന്നെ ഒരുപാട് പീഡനാരോപണങ്ങളും നിന്റെ പേരന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് അവര് വേണമെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല, മറ്റേ നമ്മ കള്ളന്മാര് ഞാനും നിങ്ങൾ പറഞ്ഞു നിരഞ്ജനക്ക് മാനസിക രോഗമാണെന്നാണ് അത് ഓൾറെഡി പലവട്ടവും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ കേൾക്കാൻ തയ്യാറ് വരാം. അവർക്ക് എന്നെ കൊണ്ട് ആഗ്രഹിക്കേണ്ട കാര്യങ്ങൾ നേടണമായിരുന്നു, നേടിയില്ല. അപ്പൊ അതിന് പലതും പറയണമല്ലോ. അത് കുഴപ്പമില്ല, അത് പറഞ്ഞോട്ടെ. അതിൽ പറയുന്ന കാര്യം കറക്റ്റ് ആയിട്ടൊന്ന് പറയാമോ? ഇതിൽ പറയുന്നെന്ന് പറഞ്ഞാൽ ഈ ആറാട്ടണ്ണൻ്റെ ലോകം എന്ന് പറഞ്ഞാണ് ഈ അനൂപ് എന്ന് പറഞ്ഞ ഗ്രൂപ്പുകാരൻ എന്നെ വിളിക്കുന്നത്. അതിൻ്റെ ഫോട്ടോ ഇതിലുണ്ട്. അപ്പം സജാദ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. ഇവർ 2 കൂട്ടരാണ് എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തത്. അപ്പോൾ ആറാട്ടണ്ണൻ്റെ ലോകമാണ്, ആറാട്ടൻ്റെ ഗ്രൂപ്പാണ്. ഞങ്ങൾ ആ ഗ്രൂപ്പിലുള്ള അഡ്മിനാന്ന് പറഞ്ഞു. ആറാട്ടണ്ണനെ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയേണ്ട ഗ്രൂപ്പിൽ പറയാൻ, ഞാൻ ഗ്രൂപ്പിൽ പറയാൻ താല്പര്യമില്ല. പറയാനുള്ള സ്ഥലത്ത് അവർ പറഞ്ഞത് പിന്നെ നിരഞ്ജനയുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾ ഈ വിനീതും ഈ ബ്രൈറ്റും ഈ അലഞ്ചോസും ഈ ആറാട്ടണ്ണനുമായിട്ട് ഈ ഗ്രൂപ്പുകാർക്ക് നല്ല ഇടപാടുണ്ട്. അതില്ല എന്ന് ഇവർ പല ഓൺലൈൻ മാധ്യമങ്ങളിലും വന്ന് പറയുന്നുണ്ട്. ഇല്ലേ പിന്നെ എങ്ങനെ ഇവന്മാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ആറാട്ടണ്ണൻ്റെ ഗ്രൂപ്പാന്ന് പറഞ്ഞ് എന്നെ വിളിക്കേണ്ട കാര്യം എന്ത്? പറയുന്ന വാക്കുകൾ ഇതാണ്. നിരഞ്ജനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ബ്രൈറ്റ് പറയാം മാനസിക രോഗമാണ്. കാര്യങ്ങൾ പുറത്തോട്ട് പറയുമെന്ന് അറിഞ്ഞപ്പോൾ വളച്ചൊടിച്ച് മാനസിക രോഗമാണെന്ന് ഈ ബ്രൈറ്റ് ഈ പറഞ്ഞ ഗ്രൂപ്പുകാരോട് വിളിച്ച് പറഞ്ഞു. അവൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവൾ കേസ് കൊടുക്കട്ടെ. കേസ് കൊടുത്തു. കേസ് കൊടുത്തിട്ട് പിന്നെ എന്തിനാ ഒളിവിൽ കഴിയുന്നു ചോദ്യമാണത്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാ. കേസ് കൊടുത്തു, കേസ് കൊടുക്കെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിച്ചതാ. കൊടുക്കാതിരുന്ന കേസ് വാശിക്ക് തന്നെ കൊടുത്തതാ. കാരണം തെളിവുകൾ ധാരാളം ഉണ്ടായിട്ട് ഞാൻ കൊടുക്കാതെ മറിഞ്ഞു നിന്നതാ. ജീവിച്ചോട്ടെ എവിടെയെങ്കിലും. കാരണം നമ്മളായിട്ട് ആരെയും ഉപദ്രവിക്കേണ്ട കാര്യമില്ല. നമ്മൾ അത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട്. അത് ദൈവം കൊടുത്തോളൂ എന്ന് വിചാരിച്ച് ഞാൻ ഒഴിഞ്ഞു മാറി. പക്ഷേ ഈ ഗ്രൂപ്പുകാർ വിളിച്ചിട്ട് ഗ്രൂപ്പുകാരോട് അനാവശ്യങ്ങൾ പറയുക. എൻ്റെ ബോഡി ഷേപ്പിനെ കുറിച്ച് വിനീതിന് ഒരിക്കലും ഒരാളോടും പറയേണ്ട അധികാരമില്ല. എന്നെക്കുറിച്ച് വേറൊരാളോട് പറഞ്ഞ് കാണാൻ ഗ്ലാമർ ഇല്ല. ഇതൊക്കെയാണോ ഒരാൾ? എൻ്റെ നിരഞ്ജനയെ കൈയൊഴിഞ്ഞത് ഏറ്റവും അവസാനം കൈയൊഴിയുന്ന പരാതി മൂവ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ, പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ എനിക്കെതിരെ ഹൈക്കോടതിയുടെ ഒരു പേപ്പർ മെസ്സഞ്ചറിലേക്ക് അയച്ചു തന്നു. അതായത് ബ്രൈറ്റ്. അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തു. ഇവൻ ആ നിമിഷം തന്നെ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഇത് ഞാൻ തിരിച്ചങ്ങോട്ട് അയച്ചു കൊടുത്തു. സ്ക്രീൻഷോട്ട് കിട്ടിയേട്ടോ. പിന്നെ അതിനുശേഷം മറുപടിയൊന്നും ഇല്ല. പേടി. പിന്നെ അതിനുശേഷം നീ അപ്പോൾ ഈ പറഞ്ഞ പിന്നെ വിനീത് പറയുക, പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് നീ കൊണ്ടേ കാണിക്കടി, അപ്പോൾ അവർ പറഞ്ഞു തരും. കാണിച്ചു. അതുവരെയും ഈ വിനീത് യൂസ് ചെയ്യുമായിരുന്നു. എത്ര തവണ ഇതിനിരയായിട്ടുണ്ട്? എത്രയായിരുന്നു? 4 ദിവസം തന്നെ. 5 ദിവസം വരെ പുള്ളി എൻ്റെ കൂടെ കഴിഞ്ഞല്ലേ. ആ 5 ദിവസത്തിനാലും 4 ദിവസം വരെ പുള്ളി യൂസ് ചെയ്ത് 5-ാമത്തെ ദിവസമാണ് ഓണർ കാണുന്നത്. അത് അവസാനം അവൻ്റെ കൂടെ പല സ്ഥലങ്ങളിൽ കറങ്ങിയിട്ടുമുണ്ട് ബൈക്കിൽ. എന്നിട്ട് ഒരു ആണുങ്ങളെ നോക്കാൻ പാടില്ല. ഈ വിനീത് അല്ലാതെ വേറെ ആരാ നിരഞ്ജനെ യൂസ് ചെയ്യാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ ആറാട്ടണ്ണനും ആവശ്യപ്പെട്ടു, ഈ പറഞ്ഞ അലഞ്ചോസ് ആവശ്യപ്പെട്ടു. രണ്ടുപേരും ആവശ്യപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ പേരിലുള്ള കേസ് അതാണ്. ആവശ്യപ്പെട്ടു, കൂട്ടുപ്രതികൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ആരോപണം ഉന്നയിക്കാൻ എളുപ്പമാണ്, അതിനെതിരെ കോടതിക്ക് വേണ്ടത് തെളിവാണ്. തെളിവുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എടപ്പള്ളി പോയതിൻ്റെ തെളിവെല്ലാം അവിടെ ഉണ്ട്. എന്തായാലും കാണുമല്ലോ, ക്യാമറയിൽ കാണുമല്ലോ. പിന്നെ ആരോപണങ്ങളെന്ന് പറഞ്ഞാൽ വിനീതിൻ്റെ ഫോണിൽ എന്തായാലും റെക്കോർഡ് കാണാതിരിക്കില്ല. കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൈബർ സെല്ല് വഴി എടുക്കാനും എളുപ്പമാണ് സംസാരിച്ചതൊക്കെ. പലരും പറയുന്നത് ഫെയിം കിട്ടാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പറയുന്നുണ്ട്. അതെല്ലാം ഞാൻ കേൾക്കാൻ തയ്യാറ്. ഫെയിം കിട്ടാനാണെങ്കിൽ നിരഞ്ജനൊക്കെ പണ്ടേ ചെയ്യാമായിരുന്നു. എന്തുകൊണ്ട് നിരഞ്ജൻ ഇത്രയും നാളും വൈകിയത്? എന്തുകൊണ്ട്? ഫ്രെയിം കിട്ടാനാണോ ഇത്രയും നാൾ വൈകിയത്? ഈ 5 മാസമായി ഇപ്പോൾ ഈ പരാതിയുമായിട്ട് മൂവ് ചെയ്ത് കിടക്കാൻ. പണ്ടേ എനിക്ക് ഇത് കൊടുത്തുവിടായിരുന്നോ?
എന്നെ മാനസികമായിട്ട് ഞാൻ പല ലോഡ്ജുകളിൽ മാറി മാറി താമസിക്കുന്നു ഈ വിനീത് ഒറ്റൊരുത്തം കാരണം. ശരിക്കുള്ള നിരഞ്ജന ഇങ്ങനെയല്ല, മുമ്പ് വേറൊരു നിരഞ്ജന ഇങ്ങനെയല്ലായിരുന്നു. ഞാൻ വളരെ സ്മാർട്ടായിരുന്നു. അത്യാവശ്യത്തിനുള്ള നിറവും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. അത് ഈ ലോഡ്ജ് റൂമിൽ ഇങ്ങനെ മാറി മാറി വെള്ളം യൂസ് ചെയ്ത് ബ്ലാക്ക് നിറത്തിലേക്ക് മാറി. ഇങ്ങനെ അത് വിനീതിന് അറിയാം. വിനീത് കണ്ടിട്ടുള്ള നിരഞ്ജനേനെ വിനീതിന് നന്നായി അറിയാം. ഈ വിനീത് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ ഉണ്ടോ? ഉണ്ട്. ആള് ഷോർട്ട് ഫിലിമുമായിട്ട് ആള് ഓൾറെഡി ഉണ്ട്. ആ ഫോട്ടോ ഒന്ന് കാണിക്കാമോ? കാണിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ അനൂപ്. ഇവനാണ് ആറാട്ടണ്ണൻ്റെ ഗ്രൂപ്പിലെ അഡ്മിൻ. ഇവനാണ് തടസ്സം വരുന്നത്. ഈ ആറാട്ടണ്ണൻ്റെ പേരും പറഞ്ഞു വരുന്നത് ഈ ഗ്രൂപ്പിലെ ആളാ. അഡ്മിൻ എന്ന് പറഞ്ഞ അനൂപ്. പിന്നെ സജാദിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലില്ല. അവനത് എന്നെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു പെട്ടെന്ന്. ഞാൻ പുറത്തോട്ട് വിനീതുമായി ഒരുമിച്ചുള്ള ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ? വിനീതുമായിട്ടുള്ള ഒരുമിച്ച് ഫോട്ടോസ് ഇല്ല. അവൻ എടുത്തില്ല, ഞാനും എടുത്തില്ല. കാര്യം നമ്മൾ പ്രശ്നം ഉണ്ടാവുമെന്നോ ഇല്ല ഇങ്ങനെ ഉന്നയിക്കുമെന്നോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നോ ഒന്നും കരുതിയിട്ടല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഇതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചേനും. അവിടെ എൻ്റെ അടുത്ത് വന്ന തെളിവ് അവിടെ എന്തായാലും ക്യാമറയിൽ കാണാതിരിക്കുമോ? ആ ഒരു വിശ്വാസമായിരുന്നല്ലേ? ആ ഒരു വിശ്വാസമുണ്ട്. പിന്നെ ഓണർ പറഞ്ഞിട്ടുമുണ്ട്. ഓണർ പോലീസ് സ്റ്റേഷനിൽ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വന്ന കൂടെ ഉണ്ടായിരുന്നു, 4 ദിവസം കൂടെ ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ച് കിടക്കല പിടിക്കലൊക്കെ നമുക്കറിയില്ല. ഓൾറെഡി അവൻ്റെ റൂമിൽ വെച്ച് നിരഞ്ജനയുടെ റൂമിൽ വെച്ച് വിനീതിനെ പിടിച്ചിട്ടാണ്. അത്രയും വിശ്വസിച്ചിരുന്ന ഒരാള് പറ്റിച്ചപ്പോൾ എന്താ തോന്നി? അത്രയും വിശ്വസിച്ചിരുന്ന ഒരാൾ പറ്റിച്ചപ്പോൾ എനിക്കത് പുള്ളി ഇങ്ങനെ ചെയ്യുമോ? കാര്യം പുള്ളി ഭാര്യയായിട്ട് കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞ് ബ്രൈറ്റിനടുത്ത് വിളിച്ച് പറയും. ബ്രൈറ്റ് അത് എൻ്റെ അടുത്ത് വിളിച്ച് പറയും. ഞാൻ പറഞ്ഞു എൻ്റെ അനുവാദം ഇല്ലാണ്ട് എനിക്ക് ആരെ സ്നേഹിക്കണം ആരെ കല്യാണം കഴിക്കണം എന്നാണ് എൻ്റെ ചോയ്സാണ്. അത് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ വിനീതിൻ്റെ അടുത്ത് പണ്ടേ പറഞ്ഞ് നേരെ പോയിട്ട് അമ്പലത്തിൽ പോയി താലി വെച്ചാൽ പോരെ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവന് താല്പര്യം ഉണ്ടായിരുന്നു. എൻ്റെ ക്യാരക്ടർ നല്ലതാണ്. എൻ്റെ അടുത്ത് പറയും നീ നല്ല കുട്ടിയാണ്, നല്ല മോളെ, നല്ല ക്യാരക്ടറാണ്, നീ പുറത്തൊന്നും അങ്ങനെ സെക്സ് വർക്കിന് പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞാണ് ഇവൻ എൻ്റെ അടുത്ത് സംസാരം തുടങ്ങിയത്. ഇവന് ഇഷ്ടമുണ്ടായിരുന്നു, എനിക്കിഷ്ടമില്ലായിരുന്നു. കല്യാണം കഴിക്കാനൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇവൻ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാണ് എന്നെ സമീപിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു ഇത് വന്നപ്പോൾ ശരിക്കും എനിക്ക് പേടിയുണ്ടായി. കാര്യം കത്തിയുണ്ട് ഇവൻ്റെ കയ്യിൽ, പിച്ചാത്തിയുണ്ട്. ഇവൻ കാക്കനാട് ലോഡ്ജിൽ കിടന്നിട്ട് ആ ലോഡ്ജിൽ റിസപ്ഷനിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു വാഴക്കാല. അവിടെ വെച്ചാണ് ഈ അലിയേട്ടൻ്റെ പെണ്ണ് ആൻസി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമും ചെയ്തതും ഈ ബ്ലഡി നൈറ്റൊക്കെ ചെയ്ത് അവിടെ വെച്ചാണ്. ആ ലോഡ്ജിൽ നിന്ന് കുറേ സാധനങ്ങൾ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അതെല്ലാം ഭദ്രമായിട്ട് അവിടെ ഇരിപ്പുണ്ട്. ലോഡ്ജിൽ എന്നെ കൊണ്ടുപോയതുമാണ് വാഴക്കാലിൽ. ലോഡ്ജിൻ്റെ ഉടമയ്ക്ക് അറിയാതിരിക്കില്ലല്ലോ, കൊണ്ടുപോയതല്ലേ, തെളിവുണ്ടല്ലോ അവിടെ. അവിടെയും ക്യാമറ ഉള്ളതല്ലേ. അതെ. എന്തൊക്കെ ദുരനുഭവമാണ് വിനീതിൻ്റെ കയ്യിൽ നിന്ന് ഏൽക്കേണ്ട ഒരു സ്ത്രീ എന്ന നിലയിൽ എന്തൊക്കെയാണ് ഏൽക്കേണ്ടി വന്നിട്ട്? ദുരൂപകം എന്ന് പറഞ്ഞാൽ ഇവൻ ശാരീരികമായിട്ട് ചൂസ് ചെയ്യാനാണ് അവൻ്റെ ആഗ്രഹം. അവൻ കല്യാണം കഴിക്കാനോ ഇല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ടൊന്നുമല്ല. അവൻ്റെ കാര്യം നേടണം. ഞാൻ അങ്ങോട്ട് പൈസ കൊടുക്കണം. അങ്ങോട്ട് പൈസ പലവട്ടവും ഇങ്ങനെ പറഞ്ഞിരുന്നു, നിരഞ്ജന എനിക്ക് പൈസക്ക് ഇച്ചിരി ടൈറ്റാണ്. അപ്പം അന്നേരമൊക്കെ എൻ്റെ കയ്യിൽ പൈസ കുറച്ചുണ്ട്, ആ ടൈറ്റാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി ഇവൻ പലവട്ടവും നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു, പൈസ ഇല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ അവസ്ഥ തനിക്കറിയാമല്ലോ, എൻ്റെ കയ്യിൽ 10 രൂപ പോലും ഇല്ല, ഞാൻ എങ്ങനെ ജീവിക്കുന്നതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു ഉണ്ടായിട്ട് ഞാൻ കൊടുക്കാഞ്ഞിട്ടാ. കാര്യം ഇവൻ എങ്ങനെയാണ് ഏതാണ് എന്താണെന്ന് അറിയാണ്ട് ഇവന് ഞാൻ പൈസ എടുത്തോടെ ഇവന് എൻ്റെ ഭർത്താവാ അല്ല. നിരഞ്ജന അങ്ങനെ കണ്ടിട്ടും ഇല്ല, അങ്ങനെ പൈസ കൊടുത്തിട്ടില്ല. ഇവൻ എനിക്ക് ടാബ്ലറ്റ് മേടിച്ചു തന്നു. അത് ഏതർത്ഥത്തിൽ ഹോർമോൺ ടാബ്ലറ്റ് മേടിച്ചു തന്നു. എന്ത് ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ തന്നത് കയ്യിൽ? ഇല്ല, ഞാനുമായിട്ടാണ് പോയത്. ടാബ്ലറ്റ് എല്ലാം ഒന്നിച്ച് പോയി മേടിച്ചതാ. മീൻ കടയിൽ പോയിട്ട് മീനെല്ലാം വാങ്ങിച്ച്, ചിക്കൻ വാങ്ങിച്ച് എല്ലാം മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം തെളിവ് ഫോണിലുണ്ട്. ഇപ്പം മേടിച്ചോണ്ട് വന്ന എല്ലാ കിൻഡിൽ കണക്ക് സാധനമുണ്ട്. ആ തെളിവൊന്ന് കാണിക്കാൻ പറ്റും? ഇതാണ് വിനീത്, നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ഇതുണ്ടോ? ഇതെല്ലാം ഇവൻ തന്നെ മേടിച്ചെണ്ട് തന്ന് ഞാൻ അതുപോലെ പാത്രത്തിലെടുത്ത് വെച്ച് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു. എന്നിട്ട് അവന് തന്നെ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത്. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് എങ്ങനെയാണ് വരുന്നത്, നമ്മളിപ്പോൾ ഒരു ഗസ്റ്റ് വന്നാൽ അവർക്ക് കാര്യം അവൻ്റെ പൈസ കൊടുത്ത് മേടിച്ച സാധനം
അപ്പം എനിക്ക് നല്ലതായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം, കറികളൊക്കെ ഉണ്ടാക്കാൻ അറിയാം. അപ്പം ഇവൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് നിരഞ്ജനെ വിശക്കുന്നുണ്ട്, ആദ്യം അതാണ് പറഞ്ഞു വന്നത്, വിശക്കുന്നുണ്ട്, അപ്പോൾ നീ വെച്ച് തരുമെന്ന് ചോദിച്ചാൽ ഞാൻ ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ പോകണം കേട്ടോ, ഇവിടെ ഇരിക്കല്ലേ എന്ന് പറഞ്ഞു. കഥ പറഞ്ഞിട്ട് പോക്കും, നമ്മൾ ഓർത്തിപ്പം കഥ പറഞ്ഞിട്ട് പോകുമായിരിക്കും ഒന്ന്. പക്ഷെ ഇവൻ്റെ പോക്ക് നടപടിയൊക്കെ കണ്ടപ്പം ഫുഡൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്, കറികളൊക്കെ കൊള്ളാമല്ലോ എന്നൊക്കെ പറയും. എൻ്റെ അടുത്ത് ഞാൻ സഹായിക്കണം, ഞാൻ പറഞ്ഞു വേണ്ട. എന്നിട്ട് എൻ്റെ അടുത്ത് അതവിടെ ഇരുന്നോട്ട് ഇങ്ങോട്ട് വന്നിട്ട് കൈ കയറി പിടിച്ച് വലിച്ച് എന്നെ കട്ടിലയിലൊട്ടിട്ട്. അപ്പോൾ ഞാൻ എന്തിനാടോ താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഏത് അർത്ഥത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്, എൻ്റെ ശരീരത്തെ എൻ്റെ അനുവാദം ഇല്ലാണ്ട് താൻ നിന്നെ തൊടുന്നും പിടിക്കുകയും ചെയ്യുന്നത്, അതെനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. കാര്യം എൻ്റെ ആഗ്രഹം നിങ്ങൾ ഷോർട്ട് ഫിലിം പറഞ്ഞിട്ട് പോയാൽ മതി. എന്നിട്ട് വന്ന സമയം തൊട്ട് എൻ്റെ റൂമിൽ ഇങ്ങനെ തങ്ങി നിൽക്കുക, പോകുന്നേ ഇല്ല ആൾ. പോകാതെ വന്നപ്പോൾ മേലെ താമസിക്കുന്ന ഒരു പെൺകുട്ടി അവൾ ഓണറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. കാര്യം അവൾ ഞാനിവിടെ നല്ല കൂട്ടായിരുന്നു. ഈ ഒരു വിഷയം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് എൻ്റെ അടുത്തേക്ക് ദേഷ്യമായി. കാര്യം ഞാൻ അങ്ങനെ നടക്കുന്നതാണെന്ന് മുദ്ര കുത്തുന്ന പോലെ ആയി. എന്നിട്ട് ഓണർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞാണ് ആൾ വന്ന് കയറിയത്. എന്നിട്ട് ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു നിരഞ്ജനെ ഞാൻ റിസോർട്ടിൽ കൊണ്ടുപോയി നിർത്താമെന്ന്. നിരഞ്ജനയ്ക്ക് വീടില്ലെങ്കിൽ ഞാൻ എൻ്റെ കൂടെ റിസോർട്ടിൽ 10-ാം തീയതി റിസോർട്ടിൽ കൊണ്ട് നിർത്താം. ഏപ്രിൽ 10 കഴിഞ്ഞു, ഇവൻ വിളിച്ചില്ല. ഏപ്രിൽ 10 നിനക്ക് വീടെടുത്ത് തരാം, ഞാൻ കാരണം വീട് പോയില്ലേ വീടെടുത്ത് തരാം, ഇല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ പോയി നിന്നോ, എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ ഇവിടെ, എൻ്റെ വീട്ടിൽ പോയി നിന്നോ. അതൊക്കെ ഏത് അർത്ഥത്തിലാണ് പറയുന്നത്? ഇവൻ്റെ അമ്മയുണ്ട്, ഒറ്റയ്ക്കാണ്, മലയാറ്റൂരാണ് വീട്, അവിടെ പോയി നിന്ന് ഞാൻ വേണേൽ കൊണ്ടുവരാം, നിന്നെ കൂട്ടിക്കൊണ്ടുപോയി ആക്കാം, ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് കാര്യം പറയാം. ഏതർത്ഥത്തിലേ? ഇതൊക്കെ ചോദിച്ചിരുന്നു. അപ്പോഴും പറഞ്ഞ് മാരേജ് ചെയ്തോളാം. പിന്നെ ഉണ്ടാകുന്ന രീതികളൊക്കെ സെക്സ് പരമായിട്ടുള്ള രീതിയാണ്. നിരഞ്ജനയ്ക്ക് പ്രതികരിക്കാനൊന്നും പറ്റിയിരുന്നില്ലേ? ഇല്ല, പ്രതികരിക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ അവൻ്റെ രീതികൾ കണ്ടിട്ട് അങ്ങനെ എനിക്ക് പ്രതികരിക്കാൻ തോന്നിയില്ല. കാര്യം ഒരു സാധുവായ ഒരു മനുഷ്യനെ പോലെയാണ് അവൻ എൻ്റെ അടുത്ത് പെരുമാറിയത്. ഒരു പച്ചയായ മനുഷ്യൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ അടുത്ത് സംസാരിച്ചു തുടങ്ങിയത്. പുള്ളിക്കാരൻ സെക്സിലോട്ട് വന്നപ്പോഴും നിരഞ്ജനയ്ക്ക് പ്രതികരിക്കാൻ സെക്സിലോട്ട് വന്നപ്പോഴും എൻ്റെ കൈ കെട്ടിയിട്ടിരിക്കുകയാണ്. സംസാരിക്കാൻ മാത്രം പറ്റുന്നില്ല. കാര്യം വായിൽ ഇങ്ങനെ തുണി കയറ്റി വെച്ചിട്ട് തുണി തിരുമ്മി വെച്ചിട്ട് പറഞ്ഞ് നിരഞ്ജനെ പേടിക്കണ്ട. ഇവന് ആദ്യം പറയുന്നില്ല. എൻ്റെ അടുത്ത് ഞാൻ കൈ ഒന്ന് തരാമോ എന്ന് പറഞ്ഞ് ബാക്കിലേക്ക് ഇങ്ങനെ കൈ കട്ടിലുമേല ഇതിൽ ഇങ്ങനെ കെട്ടിവെച്ചു. അപ്പോൾ ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. എനിക്ക് പേടിയാവുന്നുണ്ട്, എന്താ സംഭവം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഷൂട്ടിൻ്റെ ഭാഗമാണ്, ഞാനത് ഒന്ന് കാണിച്ചു തരുന്നതാണ്, ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തന്നെയാന്ന് പറഞ്ഞു. ഞാൻ ശരി. അപ്പോൾ ഇവൻ കൈയും കിടക്കെട്ടി. അപ്പം ഞാൻ ഇതെന്തിനാ കൈ കെട്ടുന്നത്? കൈയും കെട്ടി വായിൽ തുണിയും തിരുമ്മി വെച്ചപ്പോഴത്തേക്കും ഞാൻ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ഷോട്ടിൻ്റെ ഭാഗമാണ്. പിന്നെ അവൻ്റെ ഡ്രസ്സെല്ലാം ഊരിയിട്ട് പിന്നെ അവൻ്റെ പരിപാടികളെല്ലാം പുറത്തേക്ക് എടുക്കാൻ തുടങ്ങി. ഒരാൾക്ക് വീട്ടിൽ കയറാൻ വരെയുള്ള ഫ്രീഡം കൊടുക്കുമ്പോൾ ആദ്യമേ ഒന്ന് ചിന്തിക്കാറുന്നില്ലേ? വീട്ടിലേക്ക് കയറാൻ അത് പലവരും ഉന്നയിക്കുന്നുണ്ട്. വീട്ടിലേക്ക് കയറാൻ എന്തുകൊണ്ട് അധികാരം കൊടുത്തു? നമ്മൾ തുറന്നു കൊടുക്കാതെ ആ വാതിൽ അതെ, നമ്മൾ തുറന്നു കൊടുക്കാതെ കയറില്ല. ശരി, സമ്മതിച്ചു, അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഇവൻ ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായിട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഇവൻ അത്രമാത്രം ഞാൻ വിശ്വസിച്ചു. കാര്യം ഇവനെ പരിചയപ്പെട്ട് 2-3 മാസം വരെ ഇവനായിട്ട് നല്ല സംസാരമാണ് ഫോണിൽ. അപ്പോൾ ഇവൻ ആ സംസാരത്തിൽ ഒരു ദുരുപയോഗം എനിക്ക് കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല ഇവനെ കൊണ്ട്. അപ്പോൾ ഇവൻ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിരഞ്ജനെ നേരിട്ട് കാണാമെന്ന് പറയുന്നത് ഈ ചിറ്റൂര് വന്നിട്ടാണ് ഇവൻ പറയുന്നത്. എവിടെ വീടെന്ന് ചോദിച്ചപ്പോൾ ചിറ്റൂരാന്ന് ഞാൻ പറഞ്ഞു. ചിറ്റൂര് വന്നിട്ട് എൻ്റെ അടുത്ത് ഞാൻ ചിറ്റൂരുണ്ട്, ജസ്റ്റ് അവിടെ വരെ ഒന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട, ഞാൻ ഉന്നയിച്ചിരുന്നു വരണ്ടെന്ന് കുറേ വട്ടം പറഞ്ഞു, വരണ്ട, നമുക്ക് എവിടെയെങ്കിലും കോഫി ഷോപ്പിൽ എവിടെയെങ്കിലും വെച്ച് കാണാം, അതാണല്ലോ നല്ലത്. അപ്പോൾ പറഞ്ഞു ഇല്ല, ഞാൻ വന്നിട്ട് പെട്ടെന്ന് തന്നെ പൊക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ പൊക്കോളാന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചപ്പോൾ നല്ല മനുഷ്യനാണല്ലോ വന്ന് പോകണേ. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ച് ടാബ്ലറ്റ്, അപ്പോൾ എൻ്റെ ടാബ്ലറ്റ് തീർന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ടാബ്ലറ്റ് മേടിച്ചു തരാം, അങ്ങനെ ടാബ്ലറ്റ് മേടിച്ചു. പിന്നെ അവൻ പറഞ്ഞ് എനിക്ക് മീനുണ്ടോ ഫ്രിഡ്ജിൻ്റെ അകത്ത്? എല്ലാം പറഞ്ഞ് ഇല്ല, എന്തേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മേടിച്ചിട്ട് തരാം, മീനും ഇറച്ചി ഇതെല്ലാം മേടിച്ചിട്ട് ആ വിഷുവിൻ്റെ ടൈമിലാണ്, ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള സമയം മേടിച്ചിട്ട് തന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇതൊന്ന് വെക്കുമോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഇവിടെ ഇരിക്കരുതോ, പെട്ടെന്ന് എന്നെ പൊക്കോണം, ഓണർ എന്നെ പിടിച്ചത് കഥ പറയാനെന്ന് പറഞ്ഞ് വന്നതാണ്. ഈ കഥ പറയണമെങ്കിൽ അവന് ഏതെങ്കിലും കോഫി ഷോപ്പിൽ പോയിരുന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ അവൻ്റെ ഉദ്ദേശം സെക്സ് ആയിരുന്നു. പക്ഷെ നമുക്കറിയുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ ഇവൻ എന്നെ പീഡിപ്പിക്കാനോ ഇല്ല ഇവൻ എന്നെ ട്രൈപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നതാണോ എന്ന് നമുക്കറിയില്ലായിരുന്നു. അറിയാണ്ടാണ് ഇവൻ്റെ ചതിക്കുള്ളിൽ ഞാൻ പെട്ടുപോയത്.
അതിവനെ അറിയാം ഞാൻ അങ്ങനെ വേറെ ഒന്നും സെക്സിനോ ഇല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ നിരഞ്ജന തന്നെ പറയുന്നുണ്ട്, കഥ പറയാനാണെങ്കിൽ കോഫി ഷോപ്പിൽ എന്തായാലും പോയാ മതിയല്ലോ. പറഞ്ഞു. പിന്നെ എന്തിനാണ് വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ല. ഇവൻ എൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അയാൾ പറഞ്ഞു ഞാൻ എന്തായാലും ചിറ്റൂരെത്തി എന്ന് പറഞ്ഞു. ഇവൻ എൻ്റെ ലൊക്കേഷൻ ചോദിച്ചു. ലൊക്കേഷൻ ഞാൻ കൊടുത്തു. എന്തിനാന്ന് ലൊക്കേഷൻ ചോദിച്ചപ്പോൾ എൻ്റെ പറഞ്ഞ് ഞാൻ ആ ലൊക്കേഷനിൽ വന്നിട്ട് നിരഞ്ജനെ വിളിക്കാം, എന്നിട്ട് ഒന്നിച്ച് പുറത്ത് പോകാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ അത്രയും നേരം വരെ ഞാൻ പുറത്ത് നിൽക്കണ്ടല്ലോ എന്നാൽ ആ ലൊക്കേഷൻ തന്നെ ഇവൻ വീട്ടിലെത്തി. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു എന്തിനാ ഇങ്ങോട്ട് വരുന്നത്, ഞാൻ പുറത്ത് നിന്നോ, ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരാം. പറഞ്ഞു ഇല്ല അങ്ങോട്ട് വരാം എന്നും പറഞ്ഞാണ് ഇവൻ വന്ന് കയറുന്നത്. ഞാൻ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല എൻ്റെ വീട്ടിലോട്ട് വരണമെന്ന്, ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ്റെ തെളിവ് കൊണ്ടുപോവാ. അതാണ് നാട്ടുകാരും ചോദിക്കുന്നത്. തെളിവ് കൊണ്ടുവരാൻ പറയും. അവൻ്റെ അടുത്ത് ഇങ്ങോട്ട് വാടോ എന്ന് ഞാൻ പറയുന്ന തെളിവ് അവൻ കൊണ്ടുവരാൻ പറയും. തെളിവാണല്ലോ ഏതൊരു വ്യക്തിക്ക് ആവശ്യം. അതിനെതിരെ നിരഞ്ജനയ്ക്ക് എന്ത് തെളിവുള്ളത്? എൻ്റെ തെളിവെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ റെക്കോർഡ്, ഇവൻ പറഞ്ഞ ഓരോരോ കാരണങ്ങൾ, പിന്നെ ഈ കോടതിയെ പറ്റിച്ച പേപ്പറുകൾ, പിന്നെ ഓണറിൻ്റെ അടുത്ത് പറഞ്ഞ തെളിവുകളൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത്. ഓണർ തെളിവ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, സംസാരിച്ചിരുന്നു, അവരൊന്നിച്ചായിരുന്നു ഞാൻ പിടിച്ചത്. വാതിൽ തുറക്കുമ്പോൾ വിനീത് കൂടെ ഉണ്ട്. അത് വിനീതാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. പിന്നെ ഫോട്ടോ എടുത്തല്ലോ, ഓണർ ഫോട്ടോ എടുത്തല്ലോ. അപ്പം തന്നെ ആ സ്പോട്ടിൽ തന്നെ എന്നെയും വിനീതിനെയും കൂടെ വെച്ചിട്ട് ഫോട്ടോ എടുത്തു. ഓണറിൻ്റെ ഫോണിലെടുത്തു. അവിടെ തെളിവെടുപ്പിനൊക്കെ പോയതാ. ഈ ആറാട്ടണ്ണനും അലിൻ ജോസ് പെരേരയ്ക്കും എതിരെയുള്ള തെളിവ് എന്താ? ആറാട്ടണ്ണനും അലൻ ജോസിനെതിരെയുള്ള തെളിവെന്ന് പറഞ്ഞാൽ വിനീതിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്, വാട്സപ്പ് വീഡിയോ കോളിലൂടെ. പിന്നെ ഈ വിനീത് പറഞ്ഞു നേക്കഡായിട്ട് കിടക്കണം, അങ്ങനത്തെ ഒരു ഷോട്ടാണ് ആറാട്ടണ്ണൻ്റെ കൂടെ ചെയ്യുന്നത്. അപ്പം നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് ഇടപ്പള്ളി പോയി നേരിട്ട് കണ്ടു. ആറാട്ടണ്ണനെ കണ്ടു. പിന്നെ എനിക്ക് സംശയങ്ങൾ വരുന്ന ഈ ഗ്രൂപ്പ്. ആറാട്ടണ്ണനെ കണ്ടപ്പോൾ വീണ്ടും നേരെ ഉന്നയിച്ചു ഇങ്ങനത്തെ ഒരു ഷൂട്ടാണ്. അതായത് ഈ ബ്ലഡി നൈറ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. അതിൽ നിരഞ്ജനക്ക് റോളുണ്ട്. അത് പക്ഷേ പിന്നെ അലൻ ജോസിൻ്റെ ഭാര്യയായിട്ട് വരുന്ന ഒരു റോള് അതിൽ കാണിക്കും. ആ ഷൂട്ട് ചെയ്യുന്ന കാക്കനാടായിരിക്കും. അതിങ്ങനെ ഒരു റോളാണ് എന്ന് മാത്രമാണല്ലോ റോളാണെന്ന് മാത്രമേ പറഞ്ഞല്ലോ. നേക്കഡായിട്ട് കിടക്കുന്ന ഒരു റോള്, അതായത് കിടക്കുന്ന റോളാണ് അന്ന് ഈ പറഞ്ഞ ആറാട്ടനും പറഞ്ഞു. അപ്പം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അതെന്തിനി, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അയാളുടെ അടുത്ത് ചൂടാകുകയും ചെയ്ത് ഞാൻ എന്നിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. റോള് ചെയ്യാൻ പറ്റില്ല. അതെന്തിനു ചെയ്യണം? ഒന്നാമത്തെ കാര്യം കമ്മ്യൂണിറ്റിയിലുള്ളവരെ ആക്ഷേപിക്കുന്ന പല രീതിയിൽ ഉന്നയിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ കിടന്നിട്ട് കമ്മ്യൂണിറ്റിയിലുള്ളവരെ ആക്ഷേപിക്കുന്ന രീതിയിലാവൂലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. അതിൻ്റെ ആവശ്യം എനിക്കില്ല. എനിക്ക് മാന്യമായിട്ട് നല്ല റോള് തരുകയും ചെയ്യാൻ തയ്യാറാണ്. മാന്യമായിട്ട് നല്ല റോള് തരുവാണെങ്കിൽ നമുക്കതിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട്. ഇവരുടെ പ്രശ്നങ്ങൾ നമുക്ക് പുറത്തോട്ട് കാണുന്നുണ്ട് ഞാൻ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, അവരുടെ കൂടെ അഭിനയിക്കാൻ താല്പര്യമില്ല. വിനീത് എന്താ പറഞ്ഞു വന്നത്? വിനീതിൻ്റെ ഷോർട്ട് ഫിലിമാണെന്നല്ലേ പറഞ്ഞത്. അതിൽ നല്ല റോള് തരുവാണെങ്കിൽ ചായോ, അല്ലാതെ ഇങ്ങനത്തെ രീതിയിൽ കിടക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. ഈ അവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് പലരെയും ഇതുപോലെ യൂസ് ചെയ്യുന്ന പലരും ഇന്നും ഇൻഡസ്ട്രിയിലുണ്ട്. പലവരും ഉണ്ട്. ഇത് കണ്ടിട്ട് ഒരുപാട് പേര് മുന്നോട്ട് വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വരണമല്ലോ. സ്ത്രീകളൊക്കെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വരണമെന്നാണ് എൻ്റെ ആവശ്യം. ഇത്രയും നാള് കഴിഞ്ഞിട്ട് ഇപ്പോ മുന്നിലേക്ക് വരാനുള്ള അതും ചോദിക്കുന്നുണ്ട്. അതും ഓരോ ആൾക്കാർ ഉന്നയിക്കുന്നുണ്ട്. ഹേമയുടെ പ്രശ്നം അതും പറയാനുണ്ട് എനിക്ക്. ഈ അലൻ ജോസ് വേറെ ഇന്റർവ്യൂവിൽ വന്നിട്ട് പറഞ്ഞു ഹേമയുടെ പ്രശ്നം വന്നപ്പോഴാണല്ലോ നിരഞ്ജനയ്ക്ക് ഈ കേസ് എടുത്തിടാൻ കണ്ട നേരം. അപ്പം ഹേമയ്ക്ക് വേണ്ടിയിട്ട് പണിയാൻ വേണ്ടിയിട്ടല്ലേ ഈ കേസ് എടുത്തിട്ടെന്ന് പറഞ്ഞാൽ ഏതൊരു ഓൺലൈൻ ചാനലിൽ ഇവൻ പറയുന്ന ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അതിൽ പറയുന്നുണ്ട് ഈ ഹേമയുടെ പ്രശ്നമായതുകൊണ്ടാണ് നിരഞ്ജന ഞങ്ങളിതിൽ ഉന്നയിക്കുന്നത്. അപ്പം ഞങ്ങളുടെ അമ്മയുടെ പ്രശ്നത്തിൽ ചേർക്കാനാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവനെ ഉന്നയിച്ചു. അതിൻ്റെ ആവശ്യമുണ്ട്. സിനിമാ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത് വേറെ ലോകമാണ്. അത് യാതൊരു എനിക്ക് യാതൊരു ബന്ധമില്ല. ഇത് എന്നെ അഭിനയിക്കാമെന്ന് പറഞ്ഞ് വിളിച്ച ആൾക്കാരാണ്. ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഞാൻ ഒരു സാധാരണക്കാരിയാണ്. എനിക്ക് ഈ പറയുന്ന അമ്മയുടെ സംഘടനയോ ഇല്ലെങ്കിൽ ഹേമയുടെ പ്രശ്നമൊന്നും എനിക്ക് യാതൊരു ഇടപാടും ഇല്ല. അത് ട്രാൻസ്ജെൻഡേഴ്സിന് ആർക്കും ഇടപാടില്ല. അതൊക്കെ അവരുടെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്കായിരിക്കും. ഇപ്പോഴും അതിനൊരു ക്ലാരിറ്റി വന്നിട്ടില്ല. തെളിവുകൾ ധാരാളം ആൾക്കാർ കൊണ്ടുവന്ന് അതോ ശരിക്കുമുള്ള ചെയ്തിട്ടുള്ള പ്രതികളാണെങ്കിൽ ശിക്ഷ കൊടുത്തേ പറ്റൂ.
അല്ലെന്ന് പറയാൻ പറ്റുമോ? കാരണം എന്ന് വെച്ചാൽ അവർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തക്കതായ ശിക്ഷ തന്നെ കോടതി കൊടുത്തേ പറ്റൂ. ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ തെളിവ് നിരത്താൻ പറയുക ആൾക്കാരോട്. ഇതുപോലുള്ള ഇനിയും മുന്നോട്ട് വരാൻ ഒരുപാട് സ്ത്രീകളുണ്ട്, അവരോടൊക്കെ എന്താ പറയാനുള്ളത്? വേറെയും ട്രാൻസിനെ സംബന്ധിച്ചാണെങ്കിലും ഇതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വരാൻ സമൂഹത്തിൽ ഇനിയും ധാരാളം പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർക്കൊക്കെ പേടിയുണ്ട്. ഇങ്ങനെയുള്ള ട്രാപ്പിലൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ ആരാ ഉള്ളത്? എപ്പോഴും കമ്മ്യൂണിറ്റിക്കാർക്ക് ഇടപെടാൻ പറ്റുമോ? ഒരു പരിധിയില്ലേ? കമ്മ്യൂണിറ്റിക്കാർ ഇപ്പോൾ കൂടെ ഉണ്ടോ? കൂടെ ഉണ്ടെന്ന് വിശ്വാസം ഉണ്ട്, ആൾക്കാരുണ്ട്. ഇത് പറഞ്ഞു വന്നപ്പോഴും കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. എന്നാലും ഒരുപാട് എൻ്റെ ഒരുപാട് സങ്കടങ്ങളുണ്ട്. എന്താ ഇപ്പൊ പറയാനുള്ളത്? സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം ഈ പ്രശ്നങ്ങൾ വന്നപ്പം എനിക്ക് പുറത്തോട്ട് വിടണമെന്ന് തോന്നിയത്, എനിക്കൊരിടം നഷ്ടപ്പെട്ട്, ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം നഷ്ടപ്പെട്ട്, പകരം ഞാൻ വിനീതിൻ്റെ അടുത്ത് വീട് ചോദിച്ചിരുന്നു. ഇവൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ അവൻ ഉന്നയിക്കുകയും ചെയ്ത്. പിന്നെ ഈ മറ്റുള്ള പ്രതികളെ കൂട്ടാൻ കാരണം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായ മോശം അനുഭവം കാരണം ഞാൻ കൂട്ടപ്രതികളെന്നാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാണ്ട് ഇന്ന ആൾക്ക് ഇന്ന ശിക്ഷ കൊടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടില്ല. വിനീതിന് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് മജിസ്ട്രേറ്റിനോടത്ത് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെൻ്റെ ശരീരത്തിൽ കയറി കടിക്കുകയും ചെയ്ത എൻ്റെ പുറത്ത്. ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ച വിനീതിന് എന്ത് തരത്തിലുള്ള ശിക്ഷ കൊടുക്കണം എന്ന് കോടതി തീരുമാനിക്കട്ടെ. കോടതിയല്ല, ഞാനില്ലല്ലോ. എനിക്ക് തീരുമാനിക്കാനോ പോലീസുകാർക്ക് തീരുമാനിക്കാനോ പറ്റില്ലല്ലോ. കോടതി തീരുമാനിക്കട്ടെ. അതിൽ കേസ് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ച് കൊടുത്തിരിക്കും. ഞാൻ ഒരാളുടെയും ശരീരത്തിൽ കയറി കമ്മാനെ പിടിക്കാനോ ഒരു റൈറ്റും ഒരു പെൺകുട്ടികളും കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, പക്ഷെ കൊടുക്കാറില്ല അങ്ങനെ. എൻ്റെ കണക്കിന് അങ്ങനെ സ്വയമായിട്ട് കൊടുക്കുന്നവരുണ്ടാവുമായിരിക്കാം, രണ്ടുപേരുടെ സമ്മതപ്രകാരം കൊടുക്കുന്നവരുണ്ടാവുമായിരിക്കാം. എന്നാലും ഇവൻ എൻ്റെ അനുവാദം ഇല്ലാണ്ട് ഈ ഷോർട്ട് ഫിലിമിൻ്റെ പാവം പറഞ്ഞു വന്നിട്ട് എന്നെ റേപ്പ് ചെയ്യാനായിരുന്നു എൻ്റെ ഉദ്ദേശം. ഒന്നാമത്തെ ദിവസം ഷോർട്ട് ഫിലിമിൻ്റെ പേരും പറഞ്ഞ് വീട്ടിലേക്ക് കടന്നുകൂടി ഇതൊക്കെ ചെയ്തു. രണ്ടാമത്തെ ദിവസം വീണ്ടും വന്നപ്പോൾ നിരഞ്ജന എന്തുകൊണ്ട് തടഞ്ഞു? രണ്ടാമത്തെ ദിവസം വീണ്ടും വന്നപ്പോൾ ഇവൻ പോയില്ലല്ലോ. ഈ 4 ദിവസം തുടർച്ചയായി വീട്ടിൽ ഉണ്ടായിരുന്നു. ഇവൻ എന്നെ വിട്ട് പോകണ്ടേ? എന്നെ കണ്ടപ്പോൾ ഇഷ്ടമായി അവിടെ ചടഞ്ഞുകൂടി കിടക്കുക. എന്നിട്ട് എനിക്ക് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് 4 മണിയായപ്പോൾ ഇവൻ എന്നെയും കൊണ്ട് ബൈക്കിലിരുത്തി ആ റൗണ്ട് ചുറ്റും പോയി. പിന്നെ മേനകയിൽ പോയി, പല സ്ഥലങ്ങളിൽ പോയിട്ട്. ഫസ്റ്റ് ദിവസം തന്നെ ഇത്രയൊരു നെഗറ്റീവ് കാര്യം നടന്നിട്ടും ഇനിയും ആ ഒരു സെക്സിനോട് താല്പര്യമില്ലാതിരുന്നിട്ടും എന്തുകൊണ്ട്? ദിവസമല്ല, സെക്കൻഡ് ദിവസമാണ് ഈ സെക്സ്. അതായത് ഈ പിന്നെ രണ്ടാമത്തെ ദിവസമാണ് ഈ പരിപാടി ഇഷ്ടപ്പെടാത്ത കാര്യമല്ലേ? അന്നത്തെ ദിവസം ഇവൻ ഒന്നും ചെയ്തില്ല. പിറ്റേ ദിവസം ഇവൻ അവിടെ തങ്ങി നിൽക്കുമല്ലേ. ആ വന്ന സമയത്താണ് ഇവന് പുറത്ത് പോയി ഒന്നിച്ച് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കൈ ഷോട്ട് പറയാൻ. അപ്പോൾ ഇവൻ അന്ന് ഷോട്ടൊന്നും പറയുന്നില്ല. ഇവന് വിശക്കണമെന്ന് പറഞ്ഞ് ഫുഡ് കൊടുത്തു. പിന്നെ അവൻ കിടന്ന് കഴിഞ്ഞ് പിന്നെ അന്നത്തെ രാത്രിയിൽ ഇവൻ പരിപാടിയോ എൻ്റെ ദേഹത്തൊന്നും ചെയ്തില്ല. ഇവൻ കട്ടിലേലും കിടന്ന്, ഞാൻ നിലത്തും കിടന്ന്. പിറ്റേ ദിവസം എൻ്റെ കൈ കയറി പിടിച്ചിട്ട് പറഞ്ഞു, നിരഞ്ജനെ എനിക്ക് ഷോട്ട് പറയാനുണ്ട്, കയറി കട്ടിലേക്ക് കിടക്കാവോന്ന് വെച്ചിട്ട് ഞാൻ ഇല്ല പറ്റില്ല, ഇപ്പം പറ്റില്ല എന്ന് പറഞ്ഞ്, സമയമുണ്ടല്ലോ നമുക്ക് സംസാരിക്കാം, അങ്ങനെ കട്ടിലേ കയറിയുള്ള പരിപാടികളൊന്നും വേണ്ട, നിരഞ്ജൻ ഞാൻ ഫുഡ് ഉണ്ടാക്കി തന്നിട്ട് നീ പൊക്കോ, നമുക്ക് പിന്നീട് കോഫി ഷോപ്പിൽ എവിടെയെങ്കിലും വെച്ച് കഥ പറയാമെന്ന് പറഞ്ഞു. ഇപ്പോൾ പറ്റില്ല, കഥ പറയാമെന്ന് പറഞ്ഞാണ് ഇവൻ പിന്നെ ഇവൻ്റെ ഡ്രസ്സൊക്കെ ഊരിയിട്ട് കൈയെല്ലാം കെട്ടി ബാക്കിൽ വെച്ചിട്ട് പരിപാടി നടത്തിയത്. ഇതുപോലെ ഇതിന് ശേഷം, ഈ കേസ് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഏതെങ്കിലും ഒരു പെണ്ണ് വന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെ എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്? ഇല്ല, ആരും വന്ന് പറയാൻ കൂട്ടാക്കിയില്ല. ധൈര്യമില്ല. എന്തുകൊണ്ട് ധൈര്യമില്ലാത്തത്? അങ്ങനെ വേദന വന്നിട്ടുണ്ടെങ്കിൽ ധൈര്യം വന്നേ പറ്റൂ. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ അലിയേട്ടൻ്റെ പെണ്ണ് ആൻസി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൽ റിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ അഭിനയിച്ചിരുന്നു. ഈ അലൻ ജോസിൻ്റെ മോശമായ പ്രശ്നങ്ങളും കല്യാണം, അത് ഇതുപോലെ തന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് പിന്നാലെ നടത്തിയതാണ്. അലൻ ജോസ് കല്യാണം കഴിക്കാൻ, അലൻ ജോസ് ഇനി ആരെ കണ്ടാലും വാഗ്ദാനം കൊടുക്കും. കാര്യം അങ്ങനത്തെ ഒരു പൊട്ട ചെറുക്കനവൻ. പറഞ്ഞു മനസ്സിലായി? എനിക്ക് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല. എന്നെ പല പേരുകളിൽ അവൻ മുദ്ര കുത്തിയിട്ടുണ്ട്. പിന്നെ അലൻ ജോസിനെ ഞാൻ വീഡിയോ കോൾ ചെയ്തെന്ന് പറഞ്ഞ്, ആ തെളിവ് അവൻ്റെ ഫോണിൽ വേണമല്ല, ആ തെളിവൊന്നും എനിക്ക് കാണണം. അവനെ വീഡിയോ കോളിൽ കൂടെ ചെയ്തിട്ട് അവൻ്റെ അടുത്ത് ഞാൻ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചെന്ന്. എങ്ങനെയുണ്ട്? ആ തെളിവ് എനിക്ക് കണ്ടേ പറ്റും. അത് സൈബർ സെല്ല് വഴി കാണിക്കുമല്ലോ. അവൻ്റെ ഫോണിൽ അങ്ങനെ ഒരു ഓഡിയോ കോള് അല്ല വീഡിയോ കോള് അവൻ്റെ വാട്സാപ്പിൽ ചെയ്തെന്ന് പറഞ്ഞു. അതെനിക്ക് കണ്ടേ പറ്റൂ. അവനൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഞാൻ അവൻ്റെ അടുത്ത് അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചെന്ന്. അപ്പോൾ ബാക്കി പൂർത്തിയാക്കിയില്ല അത്? അലിൻ ജോസ് പെരേര റിയ എന്ന പെണ്ണിനോട്, അലൻ ജോസ് റിയ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുമായിട്ട് ഷോർട്ട് ഫിലിം, അലിയേട്ടൻ്റെ പെണ്ണ് ആൻസി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൽ ഇവരെ അഭിനയിച്ചതാണ്.
അത് പുറത്തേക്ക് വരികയും ചെയ്തതാണ്. അത് വന്നിട്ട് ഇവർ ഈ പറഞ്ഞ അലൻ ജോസുമായിട്ട് ഈ പെണ്ണിന് പല ഇടപാടും ഉണ്ട്. പക്ഷേ അവർക്ക് ഫ്രെയിമിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണോ എന്താണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ പെണ്ണുമായിട്ട് നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ്. അത് പുറത്തോട്ട് വന്നതുമാണ്. അലൻ ജോസ് പറയുന്നു കല്യാണം കഴിക്കാമെന്ന്, അവൾ പറയണത് അലൻ ജോസ് പറഞ്ഞെന്നാണ് പറയണത് കഴിച്ചോളാന്ന്. പിന്നെ മാറ്റി പറയേണ്ട കാര്യം എന്ത്? മാറ്റി പറഞ്ഞു. മാറ്റി പറഞ്ഞു, ഞാൻ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല, ഞാൻ അവളുടെ അടുത്ത് കല്യാണം കഴിക്കാമെന്നൊക്കെ പറയുമല്ലോ. കാരണം എൻ്റെ അടുത്ത് ഇപ്പോൾ വിനീത് പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഫ്രെയിമിൽ നിൽക്കാനും അവർക്ക് പിന്നെ ഈ പറഞ്ഞ ഷോർട്ട് ഫിലിമിലേക്ക് കയറാനും വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ പല ഉന്നയിക്കുന്ന ന്യായങ്ങളും വരാതിരിക്കില്ല. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ തന്നെ അവളുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. നിരഞ്ജനയുടെ മുന്നോട്ടുള്ള ആഗ്രഹം? എനിക്ക് മേക്കപ്പായിട്ട് വർക്ക് ചെയ്യാൻ തന്നെയാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെ ആ പദവിയിൽ തന്നെ തുടരാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് അഭിനയിക്കണമെന്ന് ഞാൻ അത്ര വലിയ മോഹം കണ്ട ഒരാളായിരുന്നു. ഇവൻ്റെ കീഴിൽ വന്നപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നടന്നപ്പോൾ എനിക്ക് അതിനോട് ഒട്ടും ഇൻട്രസ്റ്റ്. ഏതെങ്കിലും ഒന്നിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആദ്യത്തെ തന്നെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കി. അത് അവൻ തന്നെ കൊണ്ടുവന്ന് ഉന്നയിച്ചതാ. അവൻ തന്നെയാണ് ഡിസ്കഷനൊക്കെ നടത്തിയത് ഫോണിൽ കൂടെ. നീ പേടിക്കണ്ട, എൻ്റെ ഒരു ഷോർട്ട് ഫിലിം വരുന്നുണ്ട്, അതിൽ അഭിനയിക്കാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് വളച്ചൊടിച്ച് പറയുന്നുണ്ട് എനിക്ക് ഫ്രെയിമിൽ നിൽക്കാനാണ്. ഫ്രെയിമിൽ നിൽക്കാനാണെങ്കിൽ ഈ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ശരീരത്തിൽ ഉപദ്രവിക്കേണ്ട എന്താവശ്യം? ഇതുപോലെ ഇരകളായ ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ കാണും. ഒരുപാട്. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അവരോട് പറയണ ഇങ്ങനെ പോയി പെടരുത്. ഞാനേ പെട്ടു, അങ്ങനെ ആരെങ്കിലും ഇതുപോലെ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞാലും സത്യാവസ്ഥ തെളിച്ച് നോക്കിയിട്ട് മാത്രമേ ചാടാവുള്ളൂ. ഇപ്പം ഞാനിങ്ങനെ പോയി പെട്ടെന്ന് പറഞ്ഞാൽ അവസരം തരാമെന്ന് പറഞ്ഞ് ഇവരുടെ കീഴിൽ പോയി അവസരങ്ങൾ പലരും വാഗ്ദാനം ചെയ്യും. അതിൽ പോയി പെടരുത്. പറഞ്ഞു മനസ്സിലായി? പെട്ട് കഴിഞ്ഞ് ഇവരുടെ ഉദ്ദേശം സെക്സ് മെൻറ്റാലിറ്റി ആണ്. അപ്പോൾ ഇത്രയും നേരം സത്യങ്ങളൊക്കെ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞതിനും ഇന്ന് സമൂഹത്തിൽ ഒരുപാട് പെണ്ണുങ്ങൾക്ക് മാതൃകയായതിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.